ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗർഭസമയത്ത് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഛർദി. നേരെ ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വരെ ഉണ്ടാകാറുണ്ട്. ചിലർക്കാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകേണ്ടതായി പോലും വരാറുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു പരിഹാരമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഛർദി മാറാനുള്ള ചെറിയ ചെറിയ പൊടിക്കൈകൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. ആദ്യം തന്നെ ഉള്ളത് ജീരകവെള്ളമാണ്. ജീരകവെള്ളം കുടിക്കുന്നതിലൂടെ ദഹനം മെച്ചപ്പെടുത്തി ഭക്ഷണം എളുപ്പം ദഹിക്കാൻ സഹായിക്കുന്നു. അതിലൂടെ തന്നെ നമുക്ക് ഛർദി ഒരു പരിധി വരെ കുറയ്ക്കാൻ സഹായിക്കും. ഇത് നമ്മുടെ അസിഡിറ്റിയും ഗ്യാസും കുറച്ച് വയറിലുണ്ടാവുന്ന അസ്വസ്ഥതകളൊക്കെ മാറ്റാൻ സഹായിക്കും. അടുത്തതാണ് ഇഞ്ചിവെള്ളം. ഇഞ്ചിവെള്ളം നമുക്ക് ഛർദിയും വയറിലുണ്ടാകുന്ന അസ്വസ്ഥതയും കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇത് ദഹനം മെച്ചപ്പെടുത്തി ബ്ലോട്ടിങ് കുറയ്ക്കുകയും നമുക്ക് ഉണ്ടാകുന്ന മോർണിംഗ് സിക്നസ് നിയന്ത്രിക്കാനും സഹായിക്കും. മൂന്നാമതായിട്ട് പറയുന്നത് മഞ്ഞൾ തിളപ്പിച്ച വെള്ളമാണ്. മഞ്ഞൾ ശരീരത്തിലെ അണുബാധയും വേദനയും കുറയ്ക്കാൻ സഹായിക്കുന്നു. കൂടാതെ പ്രതിരോധശേഷി കൂട്ടുന്നു. ഇത് നമുക്ക് വയറിനെ ശാന്തമാക്കി ഛർദി തോന്നൽ കുറയ്ക്കാൻ സഹായിക്കുന്നു. അപ്പോൾ അടുത്തതായി നമ്മൾ കുടിക്കേണ്ട ഒന്നാണ് കരിക്കും വെള്ളം. കരിക്കും വെള്ളം കുടിക്കുന്നതിലൂടെ ഛർദി കുറയുക മാത്രമല്ല പല ബെനിഫിറ്റുകളും നമുക്ക് ഈ കരിക്കും വെള്ളത്തിൽ നിന്നും കിട്ടാനുണ്ട്. ഇതിൽ ധാരാളം വാട്ടർ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ശരീരം ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ ഉണ്ടാകുന്ന ക്ഷീണം, തളർച്ച എന്നിവ കുറച്ച് നല്ല ഉത്സാഹം നൽകാനും സഹായിക്കും. മാത്രമല്ല ഇതിൽ ധാരാളം സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം എന്നിങ്ങനെയുള്ള ഇലക്ട്രോലൈറ്റ്സ് ഉള്ളതുകൊണ്ട് പ്രഗ്നൻസി സമയത്ത് ഉണ്ടാകുന്ന ലെഗ് ക്രാംസ് ഒരു പരിധി വരെ കുറയ്ക്കാൻ കരിക്കും വെള്ളം സഹായിക്കും. അതുപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻ തടയാനുള്ള നല്ലൊരു മാർഗം കൂടിയാണിത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷുഗറുള്ള അമ്മമാരാണെങ്കിൽ അതിൻ്റെ അളവ് കുറച്ച് കുടിക്കണം. ആഴ്ചയിൽ ഒരു 3-4 ദിവസം മാത്രം കുടിക്കുക. കുടിക്കുന്നതിൻ്റെ അളവ് കുറച്ച് കുടിക്കണം. ഷുഗർ ഇല്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല, നോർമലി നമുക്ക് ഡെയിലി ഒരു ഗ്ലാസ് വെച്ചായാലും കുടിക്കാം. അപ്പോൾ ഈ 4 ഡ്രിങ്ക്സ് നമുക്ക് പ്രഗ്നൻസി ടൈമിൽ കുടിക്കുകയാണെങ്കിൽ നമുക്ക് വൊമിറ്റിംഗ് ടെൻഡൻസി കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തൊന്ന് ലൈക്ക് ചെയ്യണേ.